നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ? രാഘവൻ ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നീ. അല്ലാതെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുത്താ പോരെ? വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുക, ഇത് ട്യൂഷൻ അല്ലല്ലോ. നീ പറഞ്ഞു കൊടുത്താൽ മതി. പെട്ടെന്ന് വരട്ടിയാ എനിക്ക് കരച്ചിൽ വരും. പെട്ടെന്ന് വരട്ടിയാ ഞാൻ കരയുന്നാണ്. ഈ ഇരിക്കുന്നത് കണ്ടോ? ഈർക്കിലിയല്ല, കത്തിയാ. ഇത് രാഘവൻ സത്യം പറഞ്ഞ ഗുണ്ടയല്ല, കോഴിന്ന് വേണം പറയാൻ. CCTV ക്യാമറ ഇവനെ വെച്ചതിന് ശേഷം അത് തോറ്റുപോയി. സത്യം പറഞ്ഞ ആ കത്തി ഇരിക്കുന്നതുകൊണ്ട് ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ എന്നെ കുടലും പണ്ടും വെളി വന്നേനെ. കോഴി, ഞാനാണെങ്കിൽ കോഴിന്നെ പേരെടുത്തുള്ളൂ. ഗുണ്ട പിന്നെ മതിയോ? വെള്ളത്തിലെടുക്കല്ലേ, ഉള്ളതുപോലെ പറഞ്ഞിട്ട് വാ. രായമേടെ അവിടെ കോഴിയെ എന്നാ റബ്ബർ ഷീറ്റ് പൊട്ടിക്കാൻ പോയപ്പോഴും അണ്ണ ചേച്ചി പറഞ്ഞോണ്ടിരിക്കുമ്പോ അക്ഷരം തിന്നാതിരി. ചേച്ചി പറയട്ടെ. അക്ഷരം തിന്നാതിരിക്കാ പെണ്ണ. എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ എനിക്ക് കേട്ടല്ലോ. ഈ കല്ലന്റെ രാഘവനാരാന്ന് നിനക്കറിയാത്തതുകൊണ്ടാ. എടി, എന്റെ ഈ കയ്യിലിരിക്കുന്ന കത്തി കണ്ടോ? ഞാൻ ആരാന്ന് നിനക്കറിയാവോ? എടി, ഈ കത്തിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. എന്തു കഥയാ? എടി, പുഴയിലൂടെ പാഞ്ഞു പോകുന്ന മീനിനെ ഒറ്റ എറിഞ്ഞ് കുത്തി നിർത്തുന്ന കത്തിയാടി ഇത്. സംശയമുണ്ടോ? ഉണ്ടല്ലോ. കണ്ടോ? അവക്ക് സംശയമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അയ്യ, പൂഞ്ഞാൻ അത് വേണ്ട. പള്ളത്തി അത് നിക്കത്തില്ലത്. ആ, കിട്ടി. കണ്ടോ? കണ്ട. ഇപ്പൊ നിന്റെ സംശയം മാറിയോടി. ഇപ്പൊ എന്റെ ലക്ഷ്യബോധം നിനക്ക് മനസ്സിലായോ? ഇനിയും നിനക്ക് സംശയം മാറിയില്ലെങ്കിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സുകുമാര സാറിനോട് ചോദിക്കണം ഈ രാഘവൻ ആരാണെന്ന്. അവിടെ ചെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു തരുമോ? അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്തിനു ചെയ്യും? കോൺസ്റ്റബിളിന്റെ അടുത്ത് ചോദിക്കണം. പറഞ്ഞു തരണ്ടേ? എന്നാ അത് വേണ്ട. കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ഒരു ചന്തയുണ്ട്. അവിടെ മീൻ വിൽക്കുന്ന രമണി ചേച്ചിയോട് ചോദിക്കണം രാഘവൻ ആരാന്ന്. അവര് പറഞ്ഞു തരും. ഞാൻ ഇവിടെ ആദ്യമായിട്ടാ ചന്തയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോള വഴിയും അറിയത്തില്ല ചേച്ചി. അത് ശരിയാ, കൊച്ചു പുതിയതല്ലേ. 2 ദിവസം കഴിയുമ്പോ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താ പോരായോ? ഒന്നും വേണ്ട. കൊളയമ്പിടി ബസ് സ്റ്റോപ്പ് അവിടെ ചെന്ന് SNDPക്ക് നേരെയുള്ള ഒരു ഓടിട്ട വീട്. അവിടെ രാജു എന്ന് പറയുന്ന ഒരാൾ കസാരയിരിക്കും. പുള്ളിയോട് ചോദിക്കണം ഈ രാഘവനാരാന്ന് പറഞ്ഞു തരും. പുള്ളിയും പറഞ്ഞില്ലെങ്കിലാ? പുള്ളി പറയും. കാരണം പുള്ളി എന്റെ അച്ഛനാ. ഓരച്ഛനും മക്കളെ അറിയത്തില്ലെന്ന് പറയത്തില്ല. അതുകൊണ്ട് പുള്ളി പറയും. അവള് കുറച്ച് നേരമായി കിടന്നു. നീ ആരാന്നാണ് ഇതിന്റെ വിചാരം? നീ ആരാന്നെ വിചാരം? അല്ല, ഇപ്പോഴത്തെ കാര്യം ഒന്ന് പോട്ടെന്ന് വെക്കാൻ വെറുതെ. ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്. ഒന്നും അറിയാത്ത നീ ഈ ഷർട്ടലൊക്കെ ഇട്. അയ്യോ, ഞാൻ എന്റെ ഭർത്താവിന്റെ അല്ലാതെ വേറെ ഒരാളുടെ ഷർട്ടലൊക്കെ ഇട്. അന്യപുരുഷന്റെ ഷർട്ട്. അല്ല, അതിപ്പോ അവള് പറയുന്നത് ശരിയല്ലയോ? പുതിയ കൊച്ചല്ലയോ? വെറുതെ ഒരു പ്രശ്നം നമ്മൾ വേണം. 2 കൈ ഇങ്ങനെ കൂട്ടി അടിച്ചാലല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഇതിനൊരു പരിഹാരം കാണാൻ ഞാൻ അങ്ങ് അലക്കി തന്നാ പോരാ രാഘവ? നിന്നോട് ഞാൻ ചോദിച്ചോ? ഉപദേശ സമിതി ഇത് ഇവള് തന്നെ അലക്കി തന്നാ മതി. അലക്കിത്താടി. ഞാൻ അലക്കിത്താടി. ഞാൻ കഴിവത്തില്ല. അലക്കത്തില്ലെന്നോ? ഇനി ഒന്നുമില്ല. ഇവളുടെ തുണി ചേമ്പ് എല്ലാം പോട്ടത്. ബക്കറ്റ് പുല്ല്. അല്ല പിന്നെ ചോര കാല് തട്ടി ചോര വരുന്നു. ചോരയൊന്നുമില്ല. അല്ല, കാല് തട്ടിയാണ് ചോര വരുന്നുണ്ട്. നഹം തട്ടി. ഇല്ല, ചോരയൊന്നും ഇല്ലെന്നേ. നഹം വന്നേണ്ട, ഞാൻ ചോര കണ്ടെന്ന്. ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. അമ്മ, ഇപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. അല്ല, ആ കൊച്ചു ചെയ്തോളൂ എന്ന് പറയുമായിരുന്നു. ചത്തലക്കടി. അവൾ അലക്കത്തില്ല പോലും. ഒരു കാര്യം ചെയ്. ഇനി സംസാരമില്ല. ഇത്ര നേരം ഞാൻ പറഞ്ഞു. ഇനി സംസാരമില്ല. നീ കൊള്ളാലോടി കൊച്ചേ. ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒന്ന് അടിക്കുന്നോ? ദൈവത്തെ ഓർത്ത് ആ കൊച്ചു പെട്ടെന്നൊരു വെപ്രാളത്തെ അങ്ങ് ചെയ്തു പോയതാണ്ട് കേറി വരുന്നയോ. കേറി വാ രാഘവ. ഞാനായിട്ട് ആരോടും പറയത്തില്ല കേറി വാ രാഘവ. വെറുതെ ഒരു വഴക്ക് വേണ്ട രാഘവ. കേറി വാ രാഘവ. വരത്തില്ല. രാഘവ വരണോന്നുണ്ട്, പക്ഷെ വരാൻ പറ്റൂല. കുറച്ചു മുമ്പ് ഏതാണ്ട് പറഞ്ഞ് ഞാൻ എടുത്തെറിഞ്ഞൊരു കത്തിയില്ലായിരുന്നോ? ആ കത്തിയാട്ടാ ഈ നിൽക്കുന്നവൾ എന്നെ പിടിച്ചെറിഞ്ഞത്. നീ ഇത്രയും നേരം പാവമായിട്ട് നിന്നിട്ട് ഇതെല്ലാം നിന്റെ കൈവശം ഉണ്ടായിരുന്നു കൊച്ചേ.
എന്റെ പൊന്ന് ചേച്ചി, ജീവിക്കാൻ വേണ്ടി ജോലിയും സമ്പാദ്യമല്ല ആദ്യം പെണ്ണുങ്ങൾക്ക് വേണ്ടത്. ഇതുപോലുള്ള അടിത്തടവളാണ്. ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളൊക്കെ നാട്ടിൽ സുരക്ഷിതത്വം കാണത്തില്ല. ഇല്ലെങ്കിൽ ഇവന്മാരെ പോലുള്ളവർ നമ്മളെ അടുത്ത് വരും മേയാൻ വേണ്ടിട്ട്. മനസ്സിലായാ? മനസ്സിലായെന്ന് പറഞ്ഞു പറയാ, ആ മറുതെ അങ്ങ് പോട്ട്. ഇതുവരെ പോയില്ലേ?